നമസ്കാരം, എല്ലാവർക്കും ഈ ലേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് WCPO, CPO, പോലീസ് ഡ്രൈവർ, IRB എന്നീ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്സിനെ പറ്റിയാണ്. 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വട്ടം ആഡ് ചെയ്ത പുതിയതായിട്ട് വന്ന BNS പറ്റിയുള്ള ക്ലാസ്സുകളാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അടുത്ത ഒരു ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. ചാപ്റ്റർ 6 നമ്മൾ എത്ര വരെ പഠിച്ചായിരുന്നു? അധ്യായം 5 വരെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ്? അധ്യായം 6 ആണ്. അധ്യായം 6നെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 6 എന്താണ്? മനുഷ്യ ശരീരത്തെ ബാധിക്കുന്ന കുറ്റങ്ങൾ എന്നാണ്. മനുഷ്യ ശരീരത്തെ ബാധിക്കുന്ന കുറ്റങ്ങൾ, അവയെപ്പറ്റി അതിനകത്തിൽ വരുന്ന പ്രധാനപ്പെട്ട സെക്ഷനുകളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ എക്സാമിന് തയ്യാറെടുത്ത ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഇത് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്, IPCക്കകത്ത് പഠിച്ചതാണ്. അവിടെ നമ്മൾ പഠിക്കാൻ പോയത് 299 എന്ന് പറയുന്ന സെക്ഷൻ മുതലായിരുന്നു നമ്മൾ അവിടെ പഠിച്ചത് എന്ന് ഓർത്തിരിക്കുക. ഇവിടെ വരുമ്പോഴത്തേക്ക് ആ സെക്ഷനൊക്കെ ഇങ്ങോട്ട് മാറും, പുറകിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. എല്ലാവരും നന്നായിട്ട് തന്നെ ഇത് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. കാരണം ഈ ഭാഗത്ത് നിന്നും ചോദ്യം ഉണ്ടായിരിക്കും. കാരണം 4 മാർക്ക് BNS ആണ്. അവിടെ ഉറപ്പായിട്ടും ഒരു ചോദ്യം എവിടെ നിന്നായിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ സെക്ഷൻ ഏതായിരുന്നു എന്ന്. നോക്കിയേ, സെക്ഷൻ 100. എന്താണ് സെക്ഷൻ 1? നമ്മൾ കഴിഞ്ഞ വർഷം IPCക്കകത്ത് സെക്ഷൻ 299 പഠിച്ച അതേ കാര്യം, കുറ്റകരമായ നരഹത്യ. അപ്പോൾ നിങ്ങൾ പലതും വായിച്ചൊക്കെ പഠിക്കുന്നവരുണ്ട്. അപ്പോൾ അതിനകത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ കുറ്റകരമായ നരഹത്യ അല്ലെങ്കിൽ കൊലപാതകം. ഇവ രണ്ടും തമ്മിലുള്ള ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. നമുക്ക് നോക്കാം എന്താണ് കുറ്റകരമായ നരഹത്യ എന്നത്. ഒരു കൃത്യം മരണം സംഭവിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയോ ഏത് തരത്തിലുള്ള പരിക്കാണോ മരണം സംഭവിക്കാൻ ഇടയുള്ളത്, അങ്ങനെയുള്ള പരിക്കുകൾ ആസൂത്രണത്തിലൂടെ നടപ്പിലാക്കി മരണം സംഭവിക്കുന്നതിനെയാണ് കുറ്റകരമായ നരഹത്യ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ വരും. കാരണം അടുത്തത് വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. എന്താണ്? ഒരാൾക്ക് മരണം സംഭവിക്കണമെന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരാളെ ഞാൻ ഉപദ്രവിക്കുകയാണ്, ആ ഉപദ്രവത്തിൽ അയാൾക്ക് എന്ത് പറ്റുന്നു? മരണം സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്ത ആ ഒരു കുറ്റത്തെയാണ് നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? കുറ്റകരമായ നരഹത്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാര്യം മനസ്സിലായോ? അപ്പോൾ ഞാൻ ഒരാളെ എന്ത് ചെയ്യുകയാണ്, നല്ലൊരു അടി വെച്ച് കൊടുത്തു. എൻ്റെ കയ്യിലിരുന്ന കമ്പ് കൊണ്ടോ അല്ലെങ്കിൽ വടി കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ച് അവൻ്റെ തലയ്ക്കൊരു അടി കൊടുത്തു. പക്ഷെ ഞാൻ വിചാരിച്ചില്ല എന്ത് ചെയ്യുമെന്ന്, പുള്ളിക്കാരൻ മരിച്ചു പോകുമെന്ന്. അപ്പോൾ അറിയാം തലയ്ക്കൊക്കെ നല്ലൊരു അടി കൊണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മരിച്ചു. അങ്ങനെ മരണം അടയുകയാണെങ്കിൽ, ആ ഒരു വ്യക്തി മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? കുറ്റകരമായ നരഹത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദേഹോപദ്രവം ചെയ്തു, കത്തി വെച്ചിട്ട് ഒരു കുത്തു കൊടുത്തു. ആ കുത്തിനകത്തിൽ ചിലപ്പോൾ അയാൾ മരണപ്പെടാം, ചിലപ്പോൾ മരണപ്പെടാതിരിക്കാം. ഈ സാഹചര്യത്തിൽ ഏത് പേരിൽ വിളിക്കുന്നു? കുറ്റകരമായ നരഹത്യ. അപ്പോൾ ഞാൻ ചെയ്ത ആ ഒരു പ്രവൃത്തി, അത് എന്ത് ചെയ്യാൻ സാധിക്കും? ആ ഒരു വ്യക്തിയെ മരണത്തിലേക്ക് നയിക്കാൻ സാധിക്കുമെന്ന് അറിയാം. അങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷേ എന്ത് ചെയ്തില്ല? വ്യക്തമായ ആസൂത്രണമോ അയാൾ മരിക്കണമെന്നൊന്നും വിചാരിച്ചില്ല. അങ്ങനെ മരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്? കുറ്റകരമായ നരഹത്യ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാര്യം മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ റാങ്ക് ഫയലും കാര്യങ്ങളൊക്കെ നോക്കി പഠിക്കുന്നവരായിരിക്കാം. അപ്പോൾ അതിനകത്തിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധ്യതയില്ലെങ്കിൽ ഇങ്ങനെ മാത്രം ഓർത്തു വെച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. എന്ത് ചെയ്യുന്നു? ഒരാളെ കൊല്ലണമെന്നുള്ള ആഗ്രഹത്തോടെ, അല്ലെങ്കിൽ അയാൾ മരിക്കും, ഒരാൾ മരണപ്പെടാൻ സാധ്യതയുള്ള രീതിയിലുള്ള ദേഹോപദ്രവം, അല്ലെ ക്ഷതി എന്ന് പറഞ്ഞാൽ ക്ഷതം എന്നൊക്കെ പറയത്തില്ലേ, പരിക്ക്, ഇത് ഏൽപ്പിക്കുമ്പോൾ അയാൾ എന്ത് ചെയ്യുകയാണ്? മരണപ്പെടുകയാണെങ്കിൽ, മരണപ്പെടണമെന്ന് ആഗ്രഹമില്ലായിരുന്നു, പക്ഷെ മരണപ്പെട്ടു പോയി. പക്ഷെ എനിക്കറിയാം ആ അടി കൊണ്ട് എന്ത് ചെയ്യും, അയാൾ മരണപ്പെടുമെന്നുള്ളൊരു ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ആ ഒരു അറിവ് എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ സാഹചര്യത്തിൽ അയാൾ മരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? കുറ്റകരമായ നരഹത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്, ആ ബസ്സിന്റെ ഡോറിൽ നിൽക്കുകയായിരുന്നില്ല, അവിടെ നിൽക്കുന്ന ആ ഒരു ഡോറിൻ്റെയൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി, അയാളെ ഞാൻ എന്ത് ചെയ്യണം? പിടിച്ചൊരു തെള്ളുകയാണ്. തെള്ളുമ്പോൾ എന്ത് ചെയ്യുന്നു? ഡോറിനകത്ത് നിന്ന് പുള്ളി റോഡിലേക്ക് വീണു. അപ്പോൾ ആ വീഴുന്ന സാഹചര്യത്തിൽ അദ്ദേഹം മരിച്ചു പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ ഏത് പേരിൽ അറിയപ്പെടും? കുറ്റകരമായ നരഹത്യ എന്ന പേരിൽ അറിയപ്പെടും. മനസ്സിലായോ സംഭവം? അപ്പോൾ ഇത്രയേ ഉള്ളൂ കുറ്റകരമായ നരഹത്യയെക്കുറിച്ച് മനസ്സിലാക്കി ഇരിക്കേണ്ട കാര്യം. അപ്പോൾ ഇങ്ങനെ ഓർത്തു വെച്ചാൽ മതി കുറ്റകരമായ നരഹത്യ എന്താണെന്നുള്ളത്. ഓക്കെ ആണല്ലോ? ഇനി നോക്കി, ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ദൗർലഭ്യമോ രോഗമോ മൂലം
കഷ്ടത അനുഭവിക്കുന്നവരെയോ ശാരീരിക ക്ഷതം ഏൽപ്പിച്ച് മരണത്തിലേക്ക് നയിക്കുന്നതും കുറ്റകരമായ എന്തായിട്ട് കണക്കാക്കുന്നു, നരഹത്യയായിട്ട് കണക്കാക്കുന്നു. അല്ലെങ്കിൽ വലിയ അസുഖമുള്ള ഒരാൾ അല്ലെങ്കിൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന് വലിയൊരു സാധാരണ ആരോഗ്യമുള്ള ഒരു വ്യക്തിയേക്കാൾ വളരെ കുറച്ചൊരു ഒരു എന്താണ് അടിയോ ഒരു ചെറിയ പ്രവൃത്തി കാര്യങ്ങളോ കൊണ്ട് അദ്ദേഹം മരണമടയാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്യുന്നതും എന്താണ്, കുറ്റകരമായിട്ടുള്ള നരഹത്യയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഓടി രക്ഷപ്പെടാൻ പറ്റാത്ത സാഹചര്യമാണ്, അവിടെ തീയിടുന്നു. എല്ലാവരും കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുന്നു, ഒരു വലിയ രീതിയിൽ അവന് ഓടി രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് എനിക്കറിയാം. ആ സാഹചര്യത്തിൽ ഞാൻ അവരെ കൂടെ നിൽക്കുന്ന ആ സ്ഥലത്ത് എന്തെങ്കിലും തീയിടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു, ബാക്കിയുള്ളവരെല്ലാം ഓടി രക്ഷപ്പെട്ടു. പുള്ളിക്കാരൻ എന്ത് ചെയ്തില്ല, ഓടി രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ആ സാഹചര്യത്തിൽ പുള്ളിക്ക് എന്ത് ചെയ്തു, മാരകമായിട്ടുള്ള പൊള്ളലേറ്റു. അതെന്ത് ചെയ്തു, മരണത്തിലേക്ക് നയിച്ചു. അപ്പോൾ ഞാൻ എന്തായി, കുറ്റകരമായ നരഹത്യ ചെയ്ത വ്യക്തിയായിട്ട് മാറുകയാണ് ചെയ്തത്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ശാരീരികമായ ഹാനിയാൽ മരണം സംഭവിപ്പിക്കുമ്പോൾ ഉചിതമായ ചികിത്സ നൽകാതെ മരണം സംഭവിക്കുന്നു. അതായത് ഒരു ഹാനി ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായി, അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ബസ്സിൽ നിന്നും തള്ളി താഴെയിട്ടു. ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു, റോഡിൽ വീണ ആ വ്യക്തിയെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ അല്ലെങ്കിൽ കുറേ താമസിപ്പിച്ചു. ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു, മരണം സംഭവിക്കുന്നു. കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ ചികിത്സ കിട്ടാതിരുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യുകയാണ്, മരണത്തിലേക്ക് പോവുകയാണെങ്കിലും ആ സാഹചര്യത്തിലും അതെന്തായിട്ട് കണക്കാക്കുന്നു, കുറ്റകരമായിട്ടുള്ള നരഹത്യയായിട്ട് കണക്കാക്കുന്നു. മനസ്സിലായല്ലോ എന്താ സാഹചര്യമെന്ന്? അപ്പോൾ കൃത്യമായിട്ടുള്ള ചികിത്സ കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ, അതായത് ഇപ്പോൾ ഞാനും വേറൊരാളും തമ്മിൽ അടിയുണ്ടായി അല്ലെങ്കിൽ സംഭവം ഞങ്ങൾ തമ്മിൽ ചുമ്മാ തർക്കം ഏർപ്പെട്ടുകൊണ്ടിരിക്കുമായിരുന്നു. തർക്കം ഏർപ്പെടുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേർക്കും തമ്മിൽ എന്തുണ്ടായി, വാശിയുണ്ടായി. ഞങ്ങൾ തമ്മിൽ എന്തോ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ വലിയ തർക്കമുണ്ടായ സമയത്ത് ഞാൻ അവനെ പിടിച്ചൊരു തെള്ളി. അയാൾ നേരെ ചെന്ന് ഒരു പാറക്കൂട്ടത്തിൻ്റെ അകത്തിലേക്ക് വീണു. തലയിടിച്ചാണ് വീണത്, തലയിൽ നിന്ന് ചോര വരുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ അയാൾ പറയുകയാണ്, എന്നെ ആശുപത്രി കൊണ്ടുപോകും, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, എനിക്ക് വയ്യ, എണ്ണിക്കാൻ പറ്റുന്നില്ല. സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല, നീ നിന്റെ കാര്യം നോക്ക്, നിന്നെ എങ്ങും കൊണ്ടുപോകുന്നില്ല, ആശുപത്രിയിലൊന്നും കൊണ്ടുപോകാതെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പരിക്ക് മൈൻഡ് ചെയ്യാതെ ഞാൻ എൻ്റെ വണ്ടി എടുത്ത് വീട്ടിൽ പോയി. അദ്ദേഹം അവിടെ കിടന്ന് മരണപ്പെടുകയും ചെയ്യുന്നു. ആ സാഹചര്യവും എന്താണ്, കുറ്റകരമായിട്ടുള്ള നരഹത്യയായിട്ട് കണക്കാക്കുന്നു. കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയുമാണ് ആ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾ നന്നായിട്ട് ഓർത്തു വെച്ചിരിക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ ഏതാണെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, സെക്ഷൻ 101 IPC-ക്കകത്ത് 300-നകത്തിൽ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എത്രയായി, സെക്ഷൻ 101 എന്താണ്, കൊലപാതകം. അപ്പോൾ മറ്റേത് നമ്മൾ പറഞ്ഞു, ഇത് രണ്ടും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാൻ പറ്റും. മറ്റേതെന്താണ്, കൊല്ലണമെന്നുള്ള ഒരു വലിയ പ്ലാനിങ് ഒന്നുമില്ലായിരുന്നു, കൃത്യമായിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ലായിരുന്നു, മരണപ്പെടണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചില്ലായിരുന്നു. തമ്മിലുണ്ടായ പെട്ടെന്നുള്ള വഴക്കിൻ്റെ പുറത്ത് എന്ത് ചെയ്തതാണ്, തല്ലയിട്ടു. അപ്പോൾ എന്നിട്ട് ഞാൻ മൈൻഡ് ചെയ്യാതെ പോയി, ആ ഒരു ഉള്ളിൽ ദേഷ്യം കിടന്നുകൊണ്ട് പോയി. ആ ഒരു സാഹചര്യത്തിലാണ് കുറ്റകരമായിട്ടുള്ള നരഹത്യയായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ എന്താണ് കൊലപാതകം എന്ന് നമുക്ക് നോക്കാം. കൊലപാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ആസൂത്രണം ഉണ്ടായിരിക്കും. എന്തായിരിക്കും ആസൂത്രണം? അവനെ കൊല്ലണം, അവൻ മരണപ്പെടണം എന്ന ആഗ്രഹവും അതിനുള്ള പ്ലാനും ആരുടെ ഉണ്ടായിരിക്കണം, എൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ആ വ്യക്തിയെ ഞാൻ എന്ത് ചെയ്യുന്നു, മരണത്തിലേക്ക് നയിക്കുകയാണെങ്കിൽ, കൊല്ലുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്, സെക്ഷൻ 101 പ്രകാരം കൊലപാതകം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് സെക്ഷൻ 101? കൊലപാതകം. നോക്കിയേ, ഒരു വ്യക്തിയെ ശാരീരികമായോ മാനസികമായോ പീഡിപ്പിക്കുകയും മറ്റേതെങ്കിലും തരത്തിൽ ആ വ്യക്തിയുടെ ജീവന് ഹാനി സംഭവിക്കുമെന്ന രീതിയിൽ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നത് കുറ്റത്തെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്, കൊലപാതകം. സെക്ഷൻ 101 കൊലപാതകം എന്ന് വിളിക്കുന്നത് എന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ IPC സെക്ഷനകത്തിൽ നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞിരുന്നത്, ഇത് സെക്ഷൻ 300-നകത്തിലായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവിടെ ബന്ധപ്പെടുന്നതിന് BNS-ൽ വന്നപ്പോഴത്തേക്ക് എത്രയായി മാറി എന്നാണ് പറയുന്നത്, BNS സെക്ഷൻ 101 എന്ന് ഓർത്തിരിക്കുക. എന്താണ്, കൊലപാതകം അല്ലെങ്കിൽ മർഡർ എന്ന പേരിൽ അറിയപ്പെടും. ഒരാൾ മരണപ്പെടണമെന്നുള്ള കൃത്യമായിട്ടുള്ള ആഗ്രഹം അല്ലെങ്കിൽ പ്ലാൻഡ്, അതിലൂടെ തന്നെ അയാൾ എന്ത് ചെയ്യുകയാണ്, ആ ചെയ്യുന്നത് കൊണ്ട് അയാൾ മരണപ്പെടുമെന്ന് ഉറപ്പായി, അയാൾ മരണപ്പെടണമെന്ന ആഗ്രഹത്തോടു കൂടി ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്, കൊലപാതകം അല്ലെങ്കിൽ മർഡർ എന്നറിയപ്പെടുന്നത്. മരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു, അത് നമ്മൾ മുമ്പേ പറഞ്ഞു, ഞാൻ അറിയാതെ ഒന്നും തെള്ളുണ്ടായി അയാൾ അവിടെ വീണു, ആ ഒരു ചെറിയ ദേഷ്യത്തിന് പുറത്ത് ഞാനങ്ങ് പോയതാണ്, പക്ഷെ അത് മരണപ്പെട്ടു പോയി. അത് എന്താണ്,
സെക്ഷൻ 100-നകത്തിൽ വരും. ഇവിടെ എന്താണ് വരുന്നത്? ഞാൻ അവൻ മരണപ്പെടണമെന്ന് കാണാൻ വേണ്ടി, അല്ലെങ്കിൽ മരണപ്പെടുന്നത് വരെ അവിടെ കാത്തു നിൽക്കും. വേറെ ആരും ആ വഴിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ന് നോക്കുകയാണ്. അങ്ങോട്ട് ആരും ചെല്ലരുത്, അവൻ മരണപ്പെടും വരെ അവിടെ കിടക്കണം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതിനെ നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നു? കൊലപാതകം. സെക്ഷൻ 101 കൊലപാതക, മർഡർ എന്ന പേരിൽ അറിയപ്പെടുന്നു. കാര്യം മനസ്സിലായല്ലോ സംഭവം എന്താണെന്ന്? അപ്പോൾ സെക്ഷൻ ഓർത്തിരിക്കുക. 100 എന്താണ്? കൾപ്പബിൾ ഹോമിസൈഡ് ആണ്, അതായത് കുറ്റകരമായിട്ടുള്ള നരഹത്യയാണ്. അപ്പോൾ എന്താണ് കൊലപാതകം? സെക്ഷൻ 101 കൊലപാതകം വരുന്നത്. ഒരാൾ മരണപ്പെടണമെന്നുള്ള വ്യക്തമായിട്ടുള്ള ആസൂത്രണവും കാര്യങ്ങളും ആഗ്രഹവും ഉണ്ടായിരിക്കണം. അങ്ങനെ അയാളെ കൊല്ലുവാൻ വേണ്ടി തന്നെ, മരണം സംഭവിപ്പിക്കുവാൻ വേണ്ടി തന്നെ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയാണ് അതിനെയാണ് നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? കൊലപാതകം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഓർത്തു വച്ചിരിക്കണം, ഈ രണ്ട് സാഹചര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. കാര്യം മനസ്സിലായല്ലോ? നോക്കിയേ, മറ്റൊരാളെ കൊല്ലുവാനുള്ള വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി ഒരു കൃത്യം ചെയ്യുകയോ നടത്തുകയോ ചെയ്യുന്നതിനെയാണ് കൊലപാതകം എന്ന് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, കൃത്യമായിട്ടുള്ള ഉദ്ദേശം ഉണ്ടായിരിക്കണം, വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങും ഉണ്ടായിരിക്കണം. അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? കൊലപാതകം എന്നറിയപ്പെടുന്നത്. നമ്മൾ ഇന്നലെയും വാർത്തയ്ക്കകത്ത് കണ്ടയാണല്ലോ. നിങ്ങൾ കണ്ണൂരെ ഒരു വാർത്ത നിങ്ങൾ കണ്ടായിരുന്നല്ലോ. വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങിലൂടെ ഒക്കെ തന്നെയാണ് അയാൾ ആ ഒരു കൃത്യം ചെയ്തത്. അതിനെ നമ്മൾ ഏത് പേരിൽ വിളിക്കും? കൊലപാതകം. അയാൾ മരണപ്പെടണം എന്നുള്ള ആഗ്രഹവും അല്ലെങ്കിൽ ഉദ്ദേശവും അയാൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനെ നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നു? കൊലപാതകം എന്ന പേരിൽ വിളിക്കുന്നു. കൃത്യം ഗൗരവമായതും പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന്മേൽ ചെയ്യുന്നതും അത് കുറ്റക്കാരൻ തന്നെ സ്വയമേ വിളിച്ചു വരുത്തിയതോ പ്രകോപിപ്പിച്ചതോ ആകാതിരിക്കുകയാണെങ്കിൽ കൊലപാതകം എന്ന് പരിഗണിക്കുന്നു. കണ്ടോ? കൊലപാതകം എന്ന് പരിഗണിക്കുന്നു. കാര്യം മനസ്സിലായല്ലോ? ഈ പറഞ്ഞ സാഹചര്യം എന്താണ്? നമ്മൾ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. ഏതായിരുന്നു? കൾപ്പബിൾ ഹൊമിസൈഡ് ആയിരുന്നു. അതായത് എന്താണ്? കുറ്റകരമായ നരഹത്യയായിരുന്നു ഇത്. പക്ഷേ ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിനെ നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നു? കൊലപാതകം. അതായത് വെൽ പ്ലാൻഡ്, അയാൾ മരിച്ചു പോകണമെന്നുള്ള കൃത്യമായിട്ടുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അതിനെയാണ്, ആ മരണത്തിന് വേണ്ടി അയാൾ എടുക്കുന്ന ഏതൊരു എഫേർട്ടും ആ മരണം സംഭവിക്കാൻ കാരണമായിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്? കൊലപാതകം എന്ന പേരിൽ വിളിക്കുന്നത്. കാര്യം മനസ്സിലായല്ലോ? ഇത് ഓർത്തു വെച്ചിരിക്കണം കേട്ടോ. മറ്റേതെന്താണ്? ഒരു സാഹചര്യത്തിൽ അങ്ങ് മരണപ്പെടണമെന്ന് ആഗ്രഹമില്ലായിരുന്നു, പക്ഷെ എന്ത് ചെയ്തു? ആ ഒരു തമ്മിലുണ്ടായ വഴക്കിൽ അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിൽ അയാൾക്ക് അങ്ങനെ ഒന്ന് പറ്റി, അത് മരണത്തിലേക്ക് നയിച്ചു. അതിനെയാണ് നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? കുറ്റകരമായ നരഹത്യ. ഇതെന്താണ്? കൊലപാതകം എന്താണ്? കൃത്യമായിട്ടുള്ള പ്ലാനുണ്ട്, ഈ വ്യക്തി മരിച്ചു പോകണമെന്നുള്ള കൃത്യമായിട്ടുള്ള പ്ലാനുണ്ട്, ആഗ്രഹമുണ്ട്. അങ്ങനെ ചെയ്യുന്നതിനെ നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നു? കൊലപാതകം എന്ന പേരിൽ വിളിക്കുന്നു. കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് ഓർത്തിരുന്നോണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. എന്താണ് അടുത്ത സെക്ഷൻ നോക്കാം. സെക്ഷൻ 102, BNS സെക്ഷൻ 102. എന്താണ് സെക്ഷൻ 102 പറയുന്നത്? നോക്കിയേ, ആരുടെ മരണമാണോ ഉദ്ദേശിച്ചത് അയാളല്ലാതെ മറ്റൊരാളുടെ മരണത്തിന് കാരണമാകുന്ന നരഹത്യ. അപ്പോൾ ഉദ്ദേശിക്കുന്ന ആളല്ലാതെ വേറൊരാൾ എന്ത് ചെയ്യുന്നു? മരണപ്പെട്ടു പോകുന്നു. ആ സാഹചര്യത്തിലുള്ള ഒരു കേസിനെ അല്ലെങ്കിൽ ആ ഒരു വകുപ്പാണ് ഏതെന്ന് പറയുന്നത്? സെക്ഷൻ 102 എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തായിരിക്കും? കുറ്റകരമായ നരഹത്യയല്ലേ? ആണോ? കുറ്റകരമായ നരഹത്യയാണ്. കാരണം അയാൾ എന്ത് ചെയ്തില്ല? അയാൾ ആഗ്രഹിച്ചില്ല ഈ ഒരു വ്യക്തി മരിക്കണമെന്ന്. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ ഞങ്ങൾ ഒരു പ്ലാൻ ചെയ്തു, ഞാൻ ഒരാളെ കൊല്ലണമെന്ന് പ്ലാൻ ചെയ്തു, ഞാൻ വേറൊരാളെ കൊല്ലണമെന്ന് പ്ലാൻ ചെയ്തു, അയാളല്ലാതെ വേറൊരാളാണ് മരണപ്പെട്ടു പോയത്. അപ്പോൾ അതെന്താണെന്ന് ഓർത്തിരുന്നോണം? കുറ്റകരമായ നരഹത്യയാണെന്ന് ഓർത്തിരുന്നോണം. കുറ്റകരമായ നരഹത്യയാണെന്ന് ഓർത്തിരുന്നോണം. അപ്പോൾ ഓർത്തു വെച്ചേക്കോ, സെക്ഷൻ 102 എന്താണെന്ന് ഓർത്തു വെച്ചിരിക്കുക. സംഭവം ഇത്രയേ ഉള്ളൂ. എനിക്ക് ഒരാളെ കൊല്ലാൻ വലിയ പ്ലാനൊക്കെ ചെയ്തു, എനിക്ക് ഒരാളെ കൊല്ലണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ആ വ്യക്തിയെ കൊല്ലാൻ പോകുന്ന സാഹചര്യത്തിൽ ആ വ്യക്തി അല്ലാതെ മറ്റൊരു വ്യക്തി, അയാളുടെ സഹോദരനെയാണ് ഞാൻ കൊന്നത്, അല്ലെങ്കിൽ അയാളുടെ കൂട്ടുകാരനെ, ഫ്രണ്ടിനെയാണ് ഞാൻ കൊന്നത്. ആ സാഹചര്യത്തിൽ എന്താണ്? കുറ്റകരമായ നരഹത്യയായിട്ട് മാറുന്നു. ഏത് സെക്ഷനാണ്? സെക്ഷൻ 102 ആണ് അവിടെ പ്രതിപാദിക്കുന്നത്. അവിടെ നമ്മൾ 100 അല്ല 102 ആണെന്ന് ഓർത്തിരിക്കുക. കുറ്റകരമായ നരഹത്യയാണ്. കാരണം ഞാൻ കൊല്ലാൻ പ്ലാൻ ചെയ്ത വ്യക്തിയല്ല മരിച്ചു പോയത്, അല്ലേ? ഞാൻ കൊല്ലാൻ പ്ലാൻ ചെയ്ത വ്യക്തിയാണോ മരിച്ചത്? അങ്ങനെ ആ വ്യക്തിയായിരുന്നു മരിച്ചെങ്കിൽ എവിടെ പോയേനെ? സെക്ഷൻ കൊലപാതകമായേനെ. ഇതെന്തല്ല? ഞാൻ ഉദ്ദേശിച്ച വ്യക്തിയല്ല മരിച്ചത്, വേറൊരാളാണ് മരിച്ചത്. ആ സാഹചര്യത്തിൽ എന്തായി മാറി? അത് എന്തായി മാറുകയാണ്? കുറ്റകരമായിട്ടുള്ള നരഹത്യ. സെക്ഷൻ 102-നകത്തിലെ കുറ്റകരമായിട്ടുള്ള നരഹത്യയായിട്ട് മാറും. അപ്പോൾ എയും ബിയും ഒരു പ്രദേശത്തേക്ക് പോയി. അപ്പോൾ ഞാൻ ഇവരുടെ പുറകിൽ പോവുകയാണ്, എയും ബിയും. ഇവർ രണ്ടുപേരെയും, എ ആണ് ഞാൻ കൊല്ലാൻ ആഗ്രഹിക്കുന്നത്,
എയും ബിയും കൂടെ ഒരുമിച്ച് പോകുന്നു. അതിനകത്തിലെ എ ആണ് ഞാൻ കൊല്ലാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും എവിടെയോ പോയിരിക്കുകയാണ്. പോയിരുന്ന സമയത്ത് ഞാൻ പുറകിൽ കൊല്ലാൻ വേണ്ടി വരികയും ഇവർ രണ്ടുപേരും ഉണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ എന്ത് ചെയ്യുകയാണ്, തോക്കെടുത്ത് വെടിവെക്കുകയും ചെയ്യുകയാണ്. ആ സാഹചര്യത്തിൽ മരണപ്പെടുന്നത് ബി ആണ്. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണ്? നരഹത്യയാണോ കുറ്റകരമായ നരഹത്യയാണോ? കുറ്റകരമായിട്ടുള്ള നരഹത്യ. ഞാൻ കൊല്ലാൻ ആഗ്രഹിച്ച വ്യക്തിയല്ല മരിച്ചു പോയത്, വേറൊരാളാണ് മരിച്ചു പോയതെങ്കിൽ അതിനെ നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നു? കുറ്റകരമായിട്ടുള്ള നരഹത്യ. അതേതിനകത്തിലാണ്? 102 കൊല്ലാൻ ആഗ്രഹിക്കാത്ത വ്യക്തി മരണപ്പെട്ടു പോകുമ്പോൾ ഉള്ള വകുപ്പായിട്ട് പ്രതിപാദിക്കുന്നു. കിട്ടിയല്ലോ? ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. 1-2 വട്ടം കേട്ടു നോക്കുക. നിങ്ങളുടെ രീതിയിലും കൂടെ എന്ത് ചെയ്യുക? എക്സാമ്പിളുകൾ എഴുതി പഠിക്കുക. എക്സാമ്പിളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം മനസ്സിലായില്ല. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഉള്ളിലും നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യം, നിങ്ങളുടെ കൂട്ടുകാരനെയോ നിങ്ങളെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയൊക്കെ വെച്ചിട്ട് ഓർത്ത് വെച്ച് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ഇതാണ് കുറ്റകരമായ നരഹത്യ. സെക്ഷൻ 102 എന്താണ്? കൊല്ലാൻ ആഗ്രഹിക്കാത്ത വ്യക്തി മരണപ്പെട്ടു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും വാർത്തയ്ക്കകത്ത് കാണത്തില്ലേ, ആ ഒരു സാഹചര്യമൊക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് ഈ സാഹചര്യങ്ങളൊക്കെ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഓക്കെ ആണല്ലോ? മനസ്സിലാവുന്നുണ്ടല്ലോ? കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണേ. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ഈ കടന്നു പോകുന്നത്. പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഭാഗം കൂടിയാണ്. അതുകൊണ്ടാണ് ഇത്രയധികം നമ്മൾ എന്ത് ചെയ്യുന്നത്, എനിക്ക് പറ്റുന്ന രീതിയിലേക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എൻ്റെ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഉദാഹരണങ്ങളൊക്കെ വെച്ച് പഠിക്കുക. അത്രയേ ഉള്ളൂ. ഇതിനകത്ത് സാഹചര്യം എളുപ്പമാണ്, നമുക്ക് ഉറപ്പായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി എന്താണ് പറയുന്നത് നോക്കി. സെക്ഷൻ 103 ആണ്. സെക്ഷൻ 103 ഉറപ്പായിട്ടും പഠിച്ചു വെച്ചിരിക്കണം. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഇവിടെ കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. എന്താണ് സെക്ഷൻ 103 പറയുന്നത്? കൊലപാതകത്തിനുള്ള ശിക്ഷ. എന്തിനുള്ള ശിക്ഷയാണ്? കൊലപാതകത്തിനുള്ള ശിക്ഷ. നിങ്ങൾക്ക് തന്നെ അറിയാം എന്തായിരിക്കും കൊലപാതകത്തിനുള്ള ശിക്ഷ. നോക്കിയേ, കൊലപാതകം നടത്തുന്ന ഏതൊരു വ്യക്തിക്കും മരണശിക്ഷയോ ജീവപര്യന്ത ശിക്ഷയോ നൽകുന്നതാണ്. കൂടാതെ പിഴ ശിക്ഷയും കിട്ടുന്നു. എളുപ്പമാണ് അല്ലേ? എല്ലാവർക്കും അറിയാൻ പറ്റും ഇതിൻ്റെ ശിക്ഷ എന്താണ്? മരണശിക്ഷയോ ജീവപര്യന്തം ശിക്ഷയോ അല്ലെങ്കിൽ എന്തും കിട്ടാൻ പറ്റും? പിഴയോ കിട്ടാവുന്ന ശിക്ഷയാണ് ഏതെന്ന് പറയുന്നത് സെക്ഷൻ 103. നിങ്ങളെ നമ്മുടെ ദൃശ്യം 2 കണ്ടിട്ടില്ലേ? ദൃശ്യം 2 ഈ ജോർജ് കുട്ടിയാണ് ആ പോലീസ് സ്റ്റേഷനിൽ ആ ഒരു ഇത് കൊണ്ടിട്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. ആ പ്രതി അയാൾ വന്നിരുന്ന് പറയത്തില്ലേ, ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി, അപ്പോൾ ആളിയൻ്റെ തലയ്ക്ക് ഞാൻ കമ്പിക്കിട്ടൊരു അടി കൊടുത്തു, അപ്പോൾ അയാൾ മരിച്ചുപോയി. അതെന്തല്ല, അത് നരഹത്യയല്ല. അതെന്തായിരുന്നു? കുറ്റകരമായിട്ടുള്ള നരഹത്യയായിരുന്നു. അതുകൊണ്ടാണ് പുള്ളി പെട്ടെന്ന് ഇറങ്ങി വന്നതെന്ന് ഓർത്തിരുന്നോണം. അപ്പോൾ സാഹചര്യം ഇതാണ്. കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഓർത്തിരിക്കുക, കൊലപാതകത്തിനുള്ള ശിക്ഷ എല്ലാവർക്കും അറിയാം. വകുപ്പ് ഓർത്തിരുന്നോണം. സെക്ഷൻ 103 ആണ്. നിങ്ങൾ നേരത്തെ IPC-ക്കകത്ത് ഇത് പഠിച്ചതാണ്. സെക്ഷൻ 103 കൊലപാതകത്തിനുള്ള ശിക്ഷ എന്താണ്? ജീവപര്യന്തം അല്ലെങ്കിൽ വധശിക്ഷ അല്ലെങ്കിൽ ഇവ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. കിട്ടിയല്ലോ? അത് എല്ലാവർക്കും കിട്ടിക്കാണും. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് എന്താണ് പറയുന്നത് നോക്കാം. സെക്ഷൻ 103(2). അപ്പോൾ ഓർത്തോണം, സെക്ഷൻ 103 കൊലപാതകത്തിനുള്ള ശിക്ഷയാണ്. 103(2) എന്താ പറയുന്നത് നോക്കിയേ, ഒരുമിച്ച് പ്രവർത്തിക്കുന്ന 5ഓ അതിലധികമോ ഉള്ള ആൾക്കാർ. അപ്പോൾ ഓർത്തോണം, 5ഓ അതിലധികമോ ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടമാണ് അല്ലെ? ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് നടത്തുന്നു. ഒരു കൂട്ടം ആൾക്കാർ ചെയ്ത് നടത്തുന്ന ചേർന്ന് വംശം, ജാതി, സമുദായം, ലിംഗം, ജനന സ്ഥലം, ഭാഷ, വ്യക്തിപരമായ വിശ്വാസം അല്ലെങ്കിൽ സമാനമായ മറ്റെന്തെങ്കിലും കാരണങ്ങളുടെ പേരിൽ കൊലപാതകം നടത്തുകയാണെങ്കിൽ അത്തരം കൂട്ടത്തിലെ ഓരോ അംഗത്തിനും വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം തടവോ പിഴയോ ലഭിക്കുന്നതാണ്. കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ 5 അതിലധികമോ ആൾക്കാർ ചേർന്ന് പ്ലാൻ ചെയ്ത് എന്തു ചെയ്യുകയാണ്? ഒരു വ്യക്തിയെ കൊല്ലുകയാണ്. അതെന്തിൻ്റെ പേരിലായിരിക്കാം? ജാതിയുടെ പേരിലായിരിക്കാം, മതത്തിൻ്റെ പേരിലായിരിക്കാം, വംശത്തിൻ്റെ പേരിലായിരിക്കാം, അവൻ ജനിച്ച സ്ഥലത്തിൻ്റെ പേരിലായിരിക്കാം, ഭാഷയുടെ പേരിലായിരിക്കാം. ഏത് സാഹചര്യത്തിലാണോ ആ കുറ്റം ചെയ്തത്, അങ്ങനെ എത്ര പേര് ചേർന്നാണോ ആ കുറ്റം ചെയ്തത്, അവരോരോ ആൾക്കാർക്കും എന്ത് കിട്ടാൻ സാധ്യതയുണ്ട്? വധശിക്ഷയോ ജീവപര്യന്തം തടവോ കിട്ടാമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ കണ്ടോ, പിഴയോ കിട്ടാം. എല്ലാവർക്കും ഒരേപോലെ. ഈ 5 പേര് ചേർന്ന്, അതിൽ 5 പേര് ചേർന്നതിൽ ഇപ്പോൾ ഞങ്ങളൊരു 5 പേര് ചേർന്നിരിക്കുകയാണ്. ഞാനും എൻ്റെ ഫ്രണ്ട്സ് ഒരു 5 പേര്, ഞങ്ങൾ 5 പേര് ചേർന്ന് ഒരാളെ കൊല്ലുകയാണ്. അപ്പോൾ ആ കൊല്ലുന്ന സാഹചര്യത്തിൽ ഞാനാണ് ആ വ്യക്തിയെ കൊന്നത്. എന്നാലും ഞങ്ങൾ 5 പേര്, ബാക്കി 4 പേരും എങ്ങനെ തന്നെയാണ്? കൊലപാതകി എന്ന പേരിൽ തന്നെ അറിയപ്പെടും.
അപ്പോൾ എനിക്ക് വധശിക്ഷ കിട്ടിയെങ്കിൽ എൻ്റെ കൂടെയുള്ള ആ 4 പേർക്കും എന്ത് ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ട്? വധശിക്ഷ നൽകാൻ സാധ്യതയുണ്ട്. ഞങ്ങൾക്ക് 5 പേർക്ക് ഒരുമിച്ച് എന്ത് കിട്ടാൻ സാധ്യതയുണ്ട്? ജീവപര്യന്തം കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരുമിച്ച് വധശിക്ഷ കിട്ടാൻ സാഹചര്യമുണ്ട്. ഇതിനെക്കുറിച്ച് പറയുന്ന വകുപ്പാണ് ഏതെന്ന് പറയുന്നത്? സെക്ഷൻ 103+2. ഓക്കെ ആണല്ലോ? സെക്ഷൻ 103(2) പറയുന്നത് ഒരു കൂട്ടം ആൾക്കാർ ചെയ്യുന്ന കുറ്റത്തിനുള്ള ശിക്ഷ. കിട്ടിയല്ലോ? എളുപ്പമല്ലേ? കാര്യം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത എന്താ പറയുന്നത്. ഈ സെക്ഷൻ പ്രകാരം പ്രതികളെ പോലീസിന് വാറന്റ് കൂടാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അറസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ അടുത്ത ഒരു ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ എന്താണെന്ന് പഠിക്കും കേട്ടോ. കോഗ്നൈസബിൾ നോൺ കോഗ്നൈസബിൾ കേസിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നോക്കി, കൂടാതെ ഇങ്ങനത്തുള്ള കേസുകൾക്ക് പോലീസിന് വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു കേസിനും എന്ത് കിട്ടാൻ സാധ്യത കുറവാണ്? ജാമ്യം കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു? ജാമ്യം അനുവദിക്കാത്ത കുറ്റമാണ്, നോൺ വെയിലബിൾ ആണ്. അപ്പോൾ വിചാരണ നടപടികൾ എടുക്കുന്നത് ഏത് കോടതിയാണെന്ന് ഓർത്തിരിക്കുക. സെഷൻ കോടതിക്ക് നടത്താവുന്നതാണ്. ഏത് കോടതിക്കാണ് വിചാരണ നടത്താൻ സാധിക്കുന്നത്? സെഷൻ കോടതിക്കാണ്. സെഷൻ കോടതിക്കാണ്. ഓർത്ത് വെച്ചേക്കണേ. അപ്പോൾ ഇത്രയും കാര്യം. അപ്പോൾ എന്താണ്? പോലീസിന് വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നു. ഈ കേസിന് ജാമ്യം ഉണ്ടാകുന്നതല്ല. ഏത് കോടതിക്കാണ് ഇതിൻ്റെ വിചാരണ നടത്താൻ കഴിയുന്നത്? സെഷൻ കോടതിക്ക് വിചാരണ നടത്താൻ കഴിയുന്നതുമായിട്ടുള്ള കേസാണ് അല്ലെങ്കിൽ വകുപ്പാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓർത്ത് വെച്ചേക്കണം. സെക്ഷൻ 103(2) പറയുന്നു. ഓക്കെ ആണല്ലോ? കിട്ടിയല്ലോ? ഇനി നമുക്ക് അടുത്ത ഒരു വകുപ്പിലേക്ക് പോകാം. BNS സെക്ഷൻ 104 എന്തിനെ കുറിച്ച് പറയുന്നു? ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു വ്യക്തി വീണ്ടും നടത്തുന്ന കൊലപാതകത്തിനുള്ള ശിക്ഷ. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ വർഷം IPC സെക്ഷനകത്ത് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പരീക്ഷയ്ക്ക് പഠിച്ച ആൾക്കാർക്ക് ഓർമ്മയുണ്ടായിരിക്കാം. അപ്പോൾ ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ട ഒരു വ്യക്തി വീണ്ടും എന്ത് ചെയ്യുകയാണ്? കൊലപാതകം ചെയ്യുകയാണെങ്കിൽ അവന് കിട്ടുന്ന ശിക്ഷ ഓർത്തോണേ. ജീവപര്യന്തം തടവിനുള്ള ശിക്ഷാവിധിക്ക് അർഹനായിരിക്കെ കൊലപാതകം നടത്തുന്ന വ്യക്തിക്ക് എന്ത് കിട്ടുന്നു? എന്തായിരിക്കും കിട്ടാൻ സാധ്യതയുള്ളത്? നോക്കിയേ, മരണശിക്ഷയോ അല്ലെങ്കിൽ പ്രതിയുടെ സ്വാഭാവിക ജീവിതത്തിൽ അവശേഷിക്കുന്ന കാലത്തേക്കോ എന്നോ അർത്ഥമാക്കുന്ന ജീവപര്യന്തം തടവോ ലഭിക്കുന്നു. അപ്പോൾ സംഭവം മനസ്സിലായല്ലോ? മരണശിക്ഷ ഒരു വട്ടം അവൻ കുറ്റം ചെയ്തതാണ്, അവനെ എന്ത് ചെയ്തതാണ്? ജീവപര്യന്തത്തിന് വിധിച്ചതാണ്. അപ്പോൾ ജീവപര്യന്തം കഴിഞ്ഞിട്ട് അവൻ ഇറങ്ങി വന്നിട്ട് വീണ്ടും ഒരു കൊലപാതകം ചെയ്യുകയാണ്. ആ സാഹചര്യത്തിൽ അവനെ വീണ്ടും പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ കോടതി അവന് വിധിക്കുന്ന ശിക്ഷ ഒന്നുകിൽ മരണശിക്ഷയാണ്. കാരണം ഇവൻ ഇനിയും വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഇവൻ വീണ്ടും ഇതേ പരിപാടികൾ ചെയ്യും. അതുകൊണ്ട് ഒന്നുകിൽ എന്ത് കൊടുക്കുന്നു? മരണശിക്ഷ നൽകുന്നു. അല്ലെങ്കിൽ ഇനി ജീവിതകാലം മുഴുവൻ എന്നാണോ മരണപ്പെടുന്നത് അത്രയും നാൾ എവിടെ കിടക്കണം? ജയിലിൽ കടക്കണമെന്നുള്ള രീതിയിലുള്ള ജീവപര്യന്തവുമായിരിക്കും വിധിക്കുന്നത്. കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് അവിടെ ഓർത്തിരിക്കുക. പോലീസിന് എന്ത് ചെയ്യാൻ കഴിയുന്നു? വാറന്റ് കൂടാതെ തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നു. സെഷൻ കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഇതിൻ്റെ കേസ് നടത്താൻ സാധിക്കുന്നു. ജാമ്യം ലഭിക്കാത്ത കുറ്റം കൂടിയാണ്. അത് ഓർത്തു വച്ചിരിക്കുക. സെഷൻ കോടതി തന്നെയാണ്. ജാമ്യം ലഭിക്കുന്നില്ല. പോലീസിന് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? വാറന്റ് കൂടാതെ ഇവനെ അറസ്റ്റ് ചെയ്യാനും സാധിക്കുന്നു. പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനും സാധിക്കുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത സെക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 105. എന്താണ് സെക്ഷൻ 105? കൊലപാതകമാകാത്ത കുറ്റകരമായിട്ടുള്ള നരഹത്യക്കുള്ള ശിക്ഷ. അപ്പൊ കൊലപാതകം ആകാത്ത കുറ്റകരമായ നരഹത്യക്കുള്ള ശിക്ഷ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു സെക്ഷനിലേക്ക് ഓർത്തിരിക്കുക. കൊലപാതകമാകാതെ കുറ്റകരമായ നരഹത്യ, മരണം സംഭവിച്ച കൃത്യം, മരണം സംഭവിക്കണമെന്നോ മറ്റോ ഉദ്ദേശത്തു കൂടി ചെയ്തതാണെങ്കിൽ, അപ്പോൾ ഓർത്തിരുന്നോണം, മരണം സംഭവിക്കണമെന്ന ഉദ്ദേശത്തോട് കൂടി ചെയ്തതാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ കിട്ടുന്ന ശിക്ഷ എന്താണെന്നാണ് പറയുന്നത്. എന്താണ് ശിക്ഷ എന്ന് നമുക്ക് നോക്കാമേ. പറയുന്നു ശിക്ഷ ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ 5 വർഷത്തിൽ കുറയാത്തതും 10 വർഷം വരെ ആകുന്നതുമായ തടവോ ലഭിക്കുന്നു. അപ്പോൾ ഓർത്തു വെച്ചിരിക്കുക, ജീവപര്യന്തം തടവ് കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഏറ്റവും മിനിമമായിട്ട് എത്രയാണ്? 5 വർഷം അല്ലെങ്കിൽ 10 വർഷം. 5 വർഷം, ഏറ്റവും മിനിമം 5 വർഷം, അല്ലെങ്കിൽ എത്ര വർഷം വരെ കിട്ടാം? 10 വർഷത്തോളം ആകുന്നതുമായ തടവിനും പിഴയ്ക്കും വിധിക്കപ്പെടും. ആരാണ് ഓർത്തിരുന്നോണം? ആരാണ്? കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യ ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന ശിക്ഷയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ഓർത്തോണം, എന്താണ്? ജീവപര്യന്തം തടവ് കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്ത് കിട്ടാനാണ് സാധ്യത? 5 വർഷം മുതൽ, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ 5 വർഷം, അല്ലെങ്കിൽ 10 വർഷം വരെ ആകാവുന്നതുമായിട്ടുള്ള തടവ് ശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ട്. പിഴയും ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. പോലീസിന് വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നു. ജാമ്യം അനുവദിക്കുന്നതല്ല. സെഷൻസ് കോടതിക്കാണ് ഇത് വിചാരണ ചെയ്യാവുന്നതുമാണ് എന്നതാണ് പറയുന്നത്. നോക്കേ, എന്നാൽ ഒരു കൃത്യം മരണം സംഭവിക്കാൻ ഇടയുള്ളതാണെന്ന അറിവോടുകൂടിയും
എന്നാൽ മരണം സംഭവിക്കണമെന്നോ മറ്റോ ഉള്ള ഏതെങ്കിലും ഉദ്ദേശത്തോട് കൂടാതെയും ചെയ്തതാണെങ്കിൽ, അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്തിരുന്നു, ഒരുത്തനെ പിടിച്ച് തറയെ പിടിച്ച് ഒരൊറ്റ തെള്ളുകളി, അവൻ പാറക്കല്ലിനകത്തിൽ ചെന്ന് തലയടിച്ച് വീണു. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചില്ല അവൻ എന്ത് ചെയ്യണമെന്ന്, മരണപ്പെട്ടു പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ല. പക്ഷെ ആ വ്യക്തി എന്ത് ചെയ്തു, മരണത്തിന് കീഴടങ്ങി, മരണപ്പെട്ടുപോയി. ആ സാഹചര്യങ്ങളിൽ അങ്ങനെ ചെയ്യുന്ന കുറ്റമാണെങ്കിൽ കിട്ടുന്ന ശിക്ഷ പറയുന്നു 10 വർഷത്തെ തടവും പിഴയും കൂടാതെ പോലീസിന് വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തതിനും എന്ത് കിട്ടും, ജീവപര്യന്തം എന്നെടുത്ത് പറഞ്ഞിട്ടില്ല, എന്ത് കിട്ടാം, 10 വർഷത്തെ തടവും പിഴയും ലഭിക്കാം എന്ന് പറയുന്നു. ഇതും പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും, വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ജാമ്യം അനുവദിക്കാത്ത കേസാണ്. ആർക്ക് തന്നെയാണ് വിചാരണ ചെയ്യാനുള്ള അനുവാദമുള്ളത്, സെഷൻ കോർട്ടിന് തന്നെയാണ് വിചാരണ ചെയ്യാനുള്ള അനുവാദവുമുള്ളത്. കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയുമാണ് ആ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഇനി അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്ത സെക്ഷൻ 106 ആണ്. 106 എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. നോക്കിയേ, അശ്രദ്ധ മൂലം മരണം സംഭവിക്കുന്നത്. എന്താണ് അശ്രദ്ധ മൂലം? ശ്രദ്ധയില്ലാതെ കൊണ്ട് എന്ത് സംഭവിക്കുന്നു, മരണം സംഭവിക്കുന്നതിനെ പറ്റി പറയുന്നത് 106 നോക്കിയേ, കുറ്റകരമായ നരഹത്യയാകാത്ത ഏതെങ്കിലും സാഹസികമോ അശ്രദ്ധാപൂർവമായ ഏതെങ്കിലും പ്രവൃത്തി ചെയ്തതുകൊണ്ട് ഒരാളുടെ മരണത്തിന് കാരണമാകുന്നു എങ്കിൽ ശിക്ഷ 5 വർഷത്തോളമാകുന്ന തടവോ പിഴയോ ഇവ രണ്ടും കൂടിയോ ലഭിക്കുന്നു. നോക്കിയ, കുറ്റകരമായ നരഹത്യയാകാത്ത ഏതെങ്കിലും സാഹസ്യമോ അശ്രദ്ധാപൂർവമോ ആയ ഏതെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ട് ഒരാളുടെ മരണത്തിന് കാരണമാകുന്നു. ഞാൻ എന്ത് ചെയ്യുകയാണ്, ഒരു വണ്ടി എടുത്ത്, ബൈക്ക് എടുത്തുകൊണ്ട് ഞാൻ ഈ ആൾക്കാർക്ക് കൂടുതലുള്ള സ്കൂൾ വിട്ട സമയത്ത് അല്ലെങ്കിൽ വലിയ തിരക്കുള്ള ഓഫീസ് ടൈം കഴിഞ്ഞിട്ടുള്ള ആ ഓഫീസൊക്കെ വിടുന്ന സമയത്ത് ഞാൻ എൻ്റെ ബൈക്ക് എടുത്തുകൊണ്ട് ചീറിപ്പാഞ്ഞ് റേസിങ് കളിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് എൻ്റെ അശ്രദ്ധ മൂലമാണ് സീബ്ര ക്രോസിലൂടെ ആൾക്കാർ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇടിച്ച് ഞാൻ തെറിപ്പിച്ച് കൊന്നുകളഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ്, അശ്രദ്ധ മൂലം മരണം സംഭവിക്കുന്നത്. കാരണം മനസ്സിലായാലും, അശ്രദ്ധ മൂലം മരണം സംഭവിക്കുന്നത്. ഇങ്ങനത്തുള്ള സാഹസികമായിട്ടുള്ള ചില പ്രവൃത്തികൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ആ ഒരു സാഹചര്യത്തിലൊക്കെ ആരെങ്കിലും മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ ഏതിനകത്തിലാണ് പറയുന്നത്, സെക്ഷൻ 106 പറയുന്നത് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ശിക്ഷ 5 വർഷത്തോളമാകുന്ന തടവോ പിഴയോ ഇവ രണ്ടും കൂടെയോ ലഭിക്കാവുന്നതാണ് എന്ന് ഓർത്തിരിക്കുക. സാഹസ്യമായിട്ടുള്ള കാരണങ്ങൾ, അശ്രദ്ധാപൂർവമായിട്ടുള്ള കാരണങ്ങൾ, ഇവ കാരണം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ എന്നതിനെ പറ്റി പറയുന്ന സെക്ഷൻ 106. ഇങ്ങനെ ചെയ്യുന്ന പ്രതിക്ക്, ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന ശിക്ഷ 5 വർഷത്തോളമാകുന്ന തടവും പിഴയുമാണെന്നും ഓർത്തിരുന്നോളുക. സംഭവം ഇത്രയേ ഉള്ളൂ. അശ്രദ്ധ മൂലമുള്ള മരണം, അശ്രദ്ധ മൂലമാണ് ആ മരണം സംഭവിച്ചത് എന്നുള്ള കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ, കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇച്ചിരി പാടായതുകൊണ്ടാണ്, കുറച്ച് പാടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. കുറേ ആൾക്കാർക്ക് വായിച്ച് പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ആൾക്കാർക്ക് കുഴപ്പമില്ലായിരിക്കും, പെട്ടെന്ന് മനസ്സിലാവും. ഇത് നമ്മളെ മാത്രം കേൾക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരിക്കാം, അവർക്ക് വേണ്ടിയാണ് ഇത്രയും കൂടെ കയറ്റി പറയുന്നത്. കാര്യം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി അടുത്തതിലേക്ക് നമുക്ക് പോകാം. എന്നാൽ അത്തരം കൃത്യം ഒരു രജിസ്റ്റർ ചെയ്യപ്പെട്ട ചികിത്സകൻ അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങൾ നിർവഹിക്കുമ്പോഴാണ് സംഭവിക്കുന്നതെങ്കിൽ എന്താണ്, അശ്രദ്ധ മൂലമുള്ള മരണം സംഭവിക്കുന്ന ഒരു മെഡിക്കൽ ഓഫീസർ, അപ്പോൾ ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അയാളുടെ അശ്രദ്ധപൂർവമാണ് അത് സംഭവിക്കുന്നതെങ്കിൽ 2 വർഷത്തോളമാകുന്ന കാലത്തേക്കുള്ള തടവും പിഴയുമാണ് ലഭിക്കുന്നത്. അത് ഓർത്തു വെച്ചിരിക്കണം. എന്നാൽ അത്തരം കൃത്യം ഒരു രജിസ്റ്റർ ചെയ്യപ്പെട്ട ചികിത്സകൻ അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങൾ നിർവഹിക്കുമ്പോഴാണ് സംഭവിക്കുന്നതെങ്കിൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എപ്പോഴും വാർത്തയ്ക്കകത്ത് ന്യൂസിനകത്ത് കണ്ടിട്ടുള്ള പ്രസവ വേളയിൽ കുട്ടിയും അമ്മയും മരിച്ചു പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ആ ഒരു വാർത്ത നിങ്ങൾ ഓർത്തു വെച്ചിരുന്നാൽ മതി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഉള്ള ശിക്ഷയാണ് ഈ പറയുന്നത്. 2 വർഷത്തോളമാകുന്ന കാലത്തേക്കുള്ള തടവും പിഴയും നൽകുന്നു എന്ന് പറയുന്നു. എത്ര വർഷത്തേക്കാണ്? 2 വർഷത്തോളം ആകുന്ന തടവും പിഴയും ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. ആര് ചെയ്യുമ്പോൾ? ചികിത്സകൻ അദ്ദേഹത്തിന്റെ അശ്രദ്ധ മൂലം മരണം സംഭവിപ്പിക്കുകയാണെങ്കിൽ കിട്ടുന്ന ശിക്ഷയാണ് ഈ പറയുന്നത്. കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്നിവിടെ പഠിക്കാനുള്ളത്. ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായെന്നാണ് ഞാൻ കരുതുന്നത്. 1 or 2 വട്ടം നിങ്ങൾ കേട്ടു നോക്കുക. പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഓരോ സെക്ഷനും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ നോട്ട് തയ്യാറാക്കിയിട്ട് അതിനകത്തിൽ എഴുതി വെക്കുക. ഇന്നതാണ് എക്സാമ്പിൾ,
എക്സാമ്പിൾ, ഈ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ മനസ്സിലാക്കി വെക്കുക. കാരണം PSC ഒരിക്കലും ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടൊന്നും ചോദിക്കത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഏതെങ്കിലും എക്സാമ്പിൾ സഹിതം അറിയാം അല്ലേ, നേരത്തെ പരീക്ഷയുടെ ചോദ്യപേപ്പറൊക്കെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഓർത്ത് വെച്ചിരിക്കുക, എയും ബിയും കൂടെ എന്ത് ചെയ്യുന്നു, ഒരു തിരക്കുള്ള റോഡിലൂടെ ബൈക്ക് റേസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഒരു വ്യക്തി ആ ബൈക്ക് ഇടിച്ചു മരണപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ ഏത് BNS ഏത് വകുപ്പ് പ്രകാരമാണ് കേസെടുക്കുന്നത്, അല്ലെങ്കിൽ BNS ഏത് വകുപ്പ് ആണ് ഇയാളുടെ മേൽ ചുമത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതാണെന്ന് കണ്ടെത്തണം. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. ഇപ്പോൾ നമ്മളെ കേൾക്കുന്നതും നമ്മളെ ഫോളോ ചെയ്യുന്നതും നമ്മുടെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കേൾക്കുകയും നമുക്ക് കൃത്യമായിട്ടുള്ള കമൻറ്റുകൾ നൽകുകയും നമുക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് മെസ്സേജ് അയച്ച് നൽകുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കെല്ലാം നമ്മൾ നന്ദി അറിയിക്കുകയാണ്. ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒക്കെ നമ്മുടെ വീഡിയോസ്, നമ്മുടെ ക്ലാസ്സുകൾ എത്തിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണും വരെ നന്ദി.